Now let us see the passive voice of present perfect tense. By the way, how is the formation of present perfect tense? Subject plus have or has plus past participle of the verb or V3 form of the verb. Then how is the passive voice form? Object comes first to object plus E tensiലുള്ള have or has നമ്മുടെ passive voice ൽ വരും. Object plus have or has plus ഇനി വേണ്ടത് എന്താ? ബിയുടെ ഏതെങ്കിലും ഒരു ഫോം. ബിയുടെ ഫോം എന്ന് പറഞ്ഞാൽ ഹാവോ ഹാസോ കഴിഞ്ഞിട്ട് പിന്നെ V3 വരാൻ പാടുള്ളൂ. ബിയുടെ V3 എന്ന് പറയുന്നത് ബീൻ പ്ലസ് V3 ഫോം ഓഫ് ദി വെർബ്. ഒബ്ജക്റ്റ് പ്ലസ് ഹാവ് ഓർ ഹാസ് പ്ലസ് ബീൻ പ്ലസ് V3 ഫോം ഓഫ് ദി വെർബ്. ഫോർ എക്സാമ്പിൾ നോക്കാം. ഷീ ഹാസ് ഹെൽപ്ഡ് മീ. അവിടെ ഒബ്ജക്റ്റ് മീ എന്നാണ്. മീ എന്ന് പറയുന്ന ഒബ്ജക്റ്റീവ് കേസ് കിടക്കുക. അപ്പോൾ അത് നമുക്ക് പാസീവ് കേസിൽ സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് പോകുമ്പോൾ നോമിനേറ്റീവ് കേസിലാണ്. ഐ വരുമ്പോൾ നമുക്ക് ഹാവോ ഹാസോ എന്താ വേണ്ടത്? ഹാവിൽ എടുക്കാൻ പറ്റും. ഐ ഹാവ് ബീൻ ഹെൽപ്ഡ് ബൈ. ഷീ എന്നുള്ളത് ഇനി അവസാനം വരുമ്പോൾ അതിൻ്റെ ഒബ്ജക്റ്റീവ് കേസ് വരും. ഹെർ. I have been helped by her. He has written a lot of novels. A lot of novels ആണ് ഒബ്ജക്റ്റ്. അപ്പോൾ a lot of novels എന്നുള്ള പ്ലൂറൽ എടുക്കണം. A lot of novels വരുമ്പോൾ ഹാവോ ഹാസോ ഹാവല്ലേ വരത്തുള്ളൂ. ഹാവ് ബീൻ റൈറ്റ് എന്നുള്ളതിൻ്റെ V3 ഫോം റിട്ടൺ ബൈ ഹിം. He has scolded his son. ഹിസ് സൺ അല്ലേ ഒബ്ജക്റ്റ്? ഹിസ് സൺ ഒരാളെ ഉള്ളൂ. അപ്പോൾ ഹാസല്ലേ എടുക്കാൻ പറ്റും. ഹാസ് ബീൻ സ്കോൾഡഡ് ബൈ ഹിം. രാജു ഹാസ് റിട്ടൺ എ ലെറ്റർ. എ ലെറ്റർ ആണ് ഒബ്ജക്റ്റ്. എ ലെറ്റർ ഹാസ് ബീൻ റിട്ടൺ ബൈ രാജു. സമൺ ഹാസ് സ്റ്റോളൻ മൈ വാച്ച്. മൈ വാച്ച് ആണ് അവിടുത്തെ ഒബ്ജക്റ്റ്. മൈ വാച്ച് സിംഗിൾ ആയതുകൊണ്ട് ഹാസിൽ എടുക്കാൻ പറ്റും. മൈ വാച്ച് ഹാസ് ബീൻ സ്റ്റോളൻ ബൈ സമ്മൺ എന്ന് വേണ്ട. സമ്മൺ ആയതുകൊണ്ട് ഏജന്റിനെ ഒഴിവാക്കാം. ദെൻ മൈ ഫ്രണ്ട് ഹാസ് റിട്ടൺ എ ബ്യൂട്ടിഫുൾ സ്റ്റോറി. എ ബ്യൂട്ടിഫുൾ സ്റ്റോറി എന്നുള്ളതാണ് അതിൽ ഓബ്ജക്റ്റ്. എ ബ്യൂട്ടിഫുൾ സ്റ്റോറി ഹാസ് ബീൻ റിട്ടൺ മൈ ഫ്രണ്ട്. ദേ ഹാവ് ടേക്കൺ ഹെർ ടു ദി ഹോസ്പിറ്റൽ. അതിൽ ഓബ്ജക്റ്റ് ഹെർ എന്നാണ് കിടക്കുന്നത്. ഹെർ എന്ന് കിടക്കുന്നതുകൊണ്ട് ഒബ്ജക്റ്റായിട്ട് വരുമ്പോൾ ആദ്യം വരുമ്പോൾ അത് നോമിനേറ്റീവ് കേസായ നമ്മളത് എടുക്കണം. ഷീന്ന് എടുക്കണം. She has been taken to the hospital by them. അപ്പോൾ ഇതാണ് പ്രസന്റ് പെർഫെക്റ്റ്. ഇനി പാസ്റ്റ് പെർഫെക്റ്റിൻ്റെ പാസീവ് വോയിസ് ഫോം എങ്ങനെ വരും? അതിനു മുമ്പ് പാസ്റ്റ് ടെൻസിനെ എങ്ങനെയായോ അത് പാസ്റ്റ് ടെൻസിലെ ഒരു വാക്യത്തെ നമ്മൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും? ഇൻ വിച്ച് വേ വി ക്യാൻ ഐഡന്റിഫൈ എ സെന്റൻസ് ഇൻ പാസ്റ്റ് പെർഫെക്റ്റ്? ഹൗ ഈസ് ദി ഫോർമേഷൻ ഓഫ് പാസ്റ്റ് പെർഫെക്റ്റ്? സബ്ജക്റ്റ് പ്ലസ് ആഡ് പ്ലസ് V3 ഫോം മതി. Subject plus had plus V3 form. How is the passive voice formation? How is the passive voice of past perfect? Object plus tensiലുള്ള auxiliary നമ്മുടെ passive voice ൽ had. പിന്നെ വേണ്ടത് എന്താണ്? മറ്റൊരു ചെറിയ വ്യത്യാസം ഹാവിനാസിന് വരുമ്പോൾ had വരുന്നതേ ഉള്ളൂ. Had plus been plus V3 form of the verb. They had looked after the child. The child is object. The child ഹാഡേ ഉള്ളൂ. വേറെ സിംഗിളറോ പ്ലൂറലോ ഒന്നും പരിഗണിക്കാനില്ല. ഹാഡ്. ദ ചൈൽഡ് ഹാഡ് ബീൻ ലുക്ക്ഡ് ആഫ്റ്റർ ബൈ ദം. ഷീ ഹാഡ് ടേക്കൺ മൈ പസ്. മൈ പസ് ഹാഡ് ബീൻ ടേക്കൺ ബൈ ഹർ. സമൺ ഹാഡ് പിക്ഡ് മൈ പോക്കറ്റ്. മൈ പോക്കറ്റ് ആണ് ഒബ്ജക്റ്റ്. മൈ പോക്കറ്റ് ഹാഡ് ബീൻ പിക്ഡ് എന്ന് മതി. ബൈ സമൺ എന്ന് വേണ്ട. ഐ ഹാഡ് നെവർ വിസിറ്റഡ് ദി താജ്മഹൽ. The Taj Mahal had never been visited by me. അപ്പോൾ അങ്ങനെ നെഗറ്റീവ് സെന്റൻസ് ആണെന്നുണ്ടെങ്കിൽ ആ നോട്ട് കൂടെ നിലനിർത്തി പോരുന്നാൽ മതി. ഓക്സിലറീസിനോടൊപ്പം ഹാഡിനോടൊപ്പം നമ്മൾ നോട്ട് കൂടെ ചേർത്താണ്. നെഗറ്റീവ് സെന്റൻസിന്റെ പാസീവ് വോയിസ് രീതിയിലാണ്. Now let us see the passive voice form of future perfect. ഇനി അവശേഷിക്കുന്ന പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ പെർഫെക്റ്റ്. ഫ്യൂച്ചർ പെർഫെക്റ്റിന്റെ പാസീവ് വോയിസ് എങ്ങനെ വരും? How is the formation of future perfect? How can we identify a sentence in future perfect? Future perfectly ഒരു വാക്യത്തെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും? സബ്ജക്റ്റ് പ്ലസ് will or shall plus have plus V3 ഫോം ഓഫ് ദി വെർബ്. അതല്ലേ ഫ്യൂച്ചർ പെർഫെക്റ്റിന്റെ ഫോർമേഷൻ. പാസീവ് വോയിസ് ഫോർമേഷനും ഈ പറയുന്ന ടെൻസിലുള്ള ഓക്സിലറീസ് എല്ലാം വരണം. ഒബ്ജക്റ്റ് പ്ലസ് will or shall plus have plus
ഇനി വേണ്ടത് എന്താണ്? പെർഫെക്റ്റ് ആയതുകൊണ്ട് ബിയുടെ ഒരു ഫോം വേണമല്ലോ. ബിയുടെ ഹാവ് കഴിഞ്ഞാൽ നമുക്കറിയാം ബീൻ, അതിൻ്റെ V3 ഫോമേ വരത്തുള്ളൂ. ബീൻ പ്ലസ് V3 ഫോം ഓഫ് ദി മെയിൻ വെർബ്. വൺസ് അഗൈൻ ഓബ്ജക്റ്റ് പ്ലസ് will or shall പ്ലസ് ഹാവ് പ്ലസ് ബീൻ പ്ലസ് V3 ഫോം ഓഫ് ദി വെർബ്. അതാണ് പാസീവ് വോയിസ് ഫോം. I will have completed my portions within a month. My portions will have been completed within a month. അവിടെ നമ്മൾ ഏജന്റ് ബൈ മീ എന്ന് ഉപയോഗിച്ചില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഏജന്റ് ഒഴിവാക്കിയാലും ദി മീനിങ് ഈസ് വെരി ക്ലിയർ. He will have repaid your money within a week. Object your money ആണല്ലോ. Your money will have been repaid by him in a week. He will have taken all the books before you reach home. All the books are the object. All the books will have been taken by him before you reach home. Someone will have told her about the truth. ഇവിടെ her ആണല്ലോ ഓബ്ജക്റ്റ്. അപ്പോൾ എന്ത് ഓബ്ജക്റ്റ് പാസീവ് വോയിസിൽ എന്തായിട്ട് മാറും? ഷീ ആയിട്ട് മാറും. ഷീ വിൽ ഹാവ് ബീൻ told about the truth by someone എന്നുള്ള ഏജന്റ് അവിടെ വേണ്ട കാര്യമില്ല, വേണ്ട ആവശ്യമില്ല. So this is the way of making passive voices in accordance with the future perfect tense. ഇനി നമുക്ക് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസുകളാണ്. പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസുകൾക്കൊന്നും പാസീവ് വോയിസ് ഫോം ഇല്ല. അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല. ഇനിയിപ്പം നമുക്ക് വേണ്ടത് we have to study the passive voice of modal auxiliaries. നമുക്കറിയാമല്ലോ will, shall, നമ്മൾ പഠിച്ചു. ഫ്യൂച്ചർ ടെൻസ് പഠിച്ചു. will, shall, can, may, might, must, would, could, ought to, need തുടങ്ങിയ മോഡൽ ഓക്സിലറീസ് വരുന്ന വാചകങ്ങളിൽ എങ്ങനെയാണ് നമ്മൾ പാസീവ് വോയിസ് ഉപയോഗിക്കുന്നത്? പാസീവ് വോയിസ് ആക്കുന്നത് എങ്ങനെ? How can we convert these sentences having the modal auxiliaries into passive voice? അതിനെ എങ്ങനെ നമ്മൾ ചേഞ്ച് ചെയ്യും, ട്രാൻസ്ഫോം ചെയ്യും? അതാ പഠിക്കാനുള്ളത്. അത് വളരെ എളുപ്പമാണ്. നമ്മുടെ സിമ്പിൾ ഫ്യൂച്ചർ പോലെയാണ്. ആദ്യം ഓബ്ജക്റ്റ് കഴിഞ്ഞാൽ നമ്മുടെ ഈ സെന്റൻസിൽ ഏത് മോഡൽ ഓക്സിലറി ആണോ അതേ മോഡൽ ഓക്സിലറി. ഏത് മോഡൽ ഓക്സിലറി ആണോ ഉള്ളത്? ക്യാൻ ആണെങ്കിൽ ക്യാന്, മസ്റ്റ് ആണെങ്കിൽ മസ്റ്റ്, വുഡ് ആണെങ്കിൽ വുഡ്, കുഡ് ആണെങ്കിൽ കുഡ്, മൈറ്റ് ആണെങ്കിൽ അത്, മേ ആണെങ്കിൽ അത്, ഏത് മോഡൽ ഓക്സിലറി ആണോ ഉള്ളത് ആ മോഡൽ ഓക്സിലറി ഉപയോഗിക്കണം. അത് കഴിഞ്ഞാൽ നമുക്കറിയാം മോഡൽ ഓക്സിലറീസ് കഴിഞ്ഞാൽ വരുന്ന വെർബ് എന്തായിരിക്കും? ബേസ് ഫോമിലായിരിക്കും. നമുക്ക് ഏത് പാസീവ് വോയിസിലും ബിയുടെ ഒരു ഫോം ഉണ്ടല്ലോ. ഹിയർ ദി ഫോം ഓഫ് ബി ഈസ് നത്തിങ് ബട്ട് ദി സെയിം ബി. നമുക്ക് ബി അല്ലേ ബേസ്, അതുകൊണ്ട് ബി തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഓബ്ജക്റ്റ് പ്ലസ് മോഡൽ ഓക്സിലറി പ്ലസ് ബി പ്ലസ് ഇനി വെർബിന്റെ കാര്യം V3 ഫോം മതി വെർബ്. ഐ ക്യാൻ ഹെൽപ്പ് ഹിം. ഹിം എന്നാണ് കിടക്കുന്ന ഓബ്ജക്റ്റ്. അത് കഴിഞ്ഞ് ആദ്യം വരുമ്പോൾ നോമിനേറ്റീവ് കേസിൽ ഹി വരും. ഹി മോഡൽ ഓക്സിലറി ക്യാൻ. അത് കഴിഞ്ഞ് ബി. ഹി ക്യാൻ ബി ഹെൽപ്ഡ് ബൈ മീ. ഷീ മസ്റ്റ് ഒബേ മീ. അത് മീ ആണല്ലോ. ഐ മസ്റ്റ് ബി ഒബെയ്ഡ്. ഷീ മസ്റ്റ് ഒബേ മീ. ഐ മസ്റ്റ് ബി ഒബെയ്ഡ് ബൈ ഹർ. I must be obeyed by her. We ought to respect our national anthem. Our object, our national anthem alli. Our national anthem ought to be respected. We should respect our national flag. അതൊരു നമ്മുടെ ഒരു ഡ്യൂട്ടിയാണ്. The national flag should തന്നെ should be respected. അപ്പോൾ ഏത് മോഡൽ ഓക്സിലറി ആണോ വരുന്നത് ആ മോഡൽ ഓക്സിലറി അത് കഴിഞ്ഞിട്ട് ബി, പിന്നെ വെർബിൻ്റെ V3 ഫോം നമ്മൾ ഉപയോഗിക്കണം. സോ ദാറ്റ് ഈസ് ദി പാസീവ് വോയിസ് ഫോം ഓഫ് ദി സെന്റൻസസ് വിത്ത് ദി മോഡൽ ഓക്സിലറീസ്. ഇനി നമുക്ക് ഈ ഇമ്പരറ്റീവ് സെന്റൻസിലുണ്ടല്ലോ ഓർഡേഴ്സും റിക്വസ്റ്റും. ഓർഡേഴ്സിനെയും റിക്വസ്റ്റിനെയും പാസീവ് വോയിസിലാക്കാനുള്ള മാർഗം എന്താ? വാട്ട് ആർ ദി വേസ് ബൈ വിച്ച് വി ക്യാൻ ചേഞ്ച് ദി ആക്റ്റീവ് വോയിസ് വിത്ത് ഓർഡേഴ്സ് ആൻഡ് റിക്വസ്റ്റ് into passive voice? അതിനുള്ള മാർഗം എന്താ? ഓപ്പൺ ദി, എന്തായാലും ട്രാൻസിറ്റീവ് വെർബ് അതിൽ വേണം, എന്നാലേ പാസീവ് വോയിസ് ആക്കാൻ പറ്റുള്ളൂ. ഓപ്പൺ ദി ഡോർ, അതിലെ ഓബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡോർ ആണ്. ക്ലോസ് ദി വിൻഡോസ് ആണ് അവിടുത്തെ ഓബ്ജക്റ്റ്. ടേക്ക് ദി ബുക്ക്, ഡ്രിങ്ക് എ ഗ്ലാസ് ഓഫ് വാട്ടർ,
അപ്പം ഇങ്ങനെയുള്ള ഓർഡേഴ്സിനെ എങ്ങനെയാണ് നമ്മൾ പാസീവ് വോയിസിലാക്കുന്നത്? അതിനുള്ള മാർഗം എന്താ? വാട്ട് ഈസ് ദ വേ, വാട്ട് ഈസ് ദ മെത്തേഡ് ഓഫ് ചേഞ്ചിങ് സച്ച് ഓർഡേഴ്സ് ഇൻ ടു പാസീവ് വോയിസ്? എങ്ങനെ പാസീവ് വോയിസിലാക്കും? അതിന് നമ്മൾ ആദ്യം ഓബ്ജക്റ്റ് അല്ല ഉപയോഗിക്കുന്നത്, ലെറ്റ് എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. ലെറ്റ് കഴിഞ്ഞാൽ ഉടനെ ഓബ്ജക്റ്റ് വരും. പിന്നെ വേണ്ടത് ബിയുടെ ഒരു ഫോം. ബിയുടെ ഒരു ഫോം എന്ന് പറഞ്ഞാൽ ബി തന്നെയാണ് വരുന്നത്. ലെറ്റ് പിന്നെ ഉടനെ ഓബ്ജക്റ്റ്, ലെറ്റ് പ്ലസ് ഓബ്ജക്റ്റ് പ്ലസ് ബി പ്ലസ് V3 ഫോം മതി പറഞ്ഞു. ഓപ്പൺ ദി ഡോർ എന്ന് പറയുമ്പോൾ ദി ഡോർ ആണല്ലോ ഓബ്ജക്റ്റ്. ലെറ്റ് അത് കഴിഞ്ഞാൽ ഓബ്ജക്റ്റ് ദി ഡോർ, ബി ഓപ്പൺഡ്, ഓപ്പൺ എന്നുള്ളതിന്റെ V3 ഫോം ഓപ്പൺഡ്, ലെറ്റ് ദി ഡോർ ബി ഓപ്പൺഡ്. ക്ലോസ് ദി വിൻഡോസ്, ലെറ്റ് ദി വിൻഡോസ് ബി ക്ലോസ്ഡ്. ടേക്ക് ദി ബുക്ക്, ലെറ്റ് ദി ബുക്ക് ബി ടേക്ക് എന്നുള്ളതിന്റെ V3 ഫോം ടേക്കൺ, ലെറ്റ് ദി ബുക്ക് ബി ടേക്കൺ. സ്റ്റഡി ദി ലെസൺ, അതിന്റെ ആൻസർ എങ്ങനെ വരും? ഹൗ ഈസ് ദി ആൻസർ? ഹൗ ഈസ് ദി പാസീവ് വോയിസ് ഫോം? ലെറ്റ് ദി ലെസൺ ബി സ്റ്റഡീഡ്. ഇനി റിക്വസ്റ്റ് ആണെങ്കിൽ എന്താ വരുന്നത്? പ്ലീസ് give me a glass of water. It is not an order, it is a request. How will be the passive voice form? How is the passive voice form? അതിനൊരു പ്രത്യേകത ലെറ്റ് അല്ല ഉപയോഗിക്കുന്നത്. നമ്മൾ ആദ്യം നമുക്കറിയാമല്ലോ ഓർഡേഴ്സിലും റിക്വസ്റ്റിലും എല്ലാം അടങ്ങിയിരിക്കുന്ന ഒരു സബ്ജക്റ്റ് ഉണ്ട്. അതേതാണ്? യു ആണ്. ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ യു ഗെറ്റ് ഔട്ട് എന്നാണ്. പ്ലീസ് ഗെറ്റ് മീ എ ഗ്ലാസ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ യു പ്ലീസ് ഗെറ്റ് മീ എ ഗ്ലാസ് ഓഫ് വാട്ടർ എന്നാണ്. അങ്ങനെയല്ലേ? അതുകൊണ്ടൊരു സബ്ജക്റ്റ് ഉണ്ട്. നമ്മൾ അങ്ങനെയുള്ള റിക്വസ്റ്റുകളെ നമ്മൾ പാസീവ് വോയിസ് ആക്കുമ്പോൾ നമ്മൾ പിന്നെ അതല്ല എന്തെങ്കിലും ശക്തമായ റിക്വസ്റ്റുകളാണെന്നുണ്ടെങ്കിൽ യു ആർ റിക്വസ്റ്റഡ്, മറ്റെന്തെങ്കിലും ഉപദേശമാണെന്നുണ്ടെങ്കിൽ യു ആർ അഡ്വൈസ്ഡ് എന്ന് ചേർക്കണം. ഒരു നിരോധനമാണ് നമ്മൾ പറയുന്നതെങ്കിൽ, അതായത് ഡോണ്ട് വേസ്റ്റ് യുവർ മണി, അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഡോണ്ട് എന്നുള്ളതിന് പകരം ഇൻസ്റ്റെഡ് ഓഫ് ഡോണ്ട് വി ഷുഡ് യൂസ് നോട്ട്. ഡോണ്ടിന് പകരം നമ്മൾ നോട്ട് ഉപയോഗിച്ചാൽ മതി. അപ്പം എന്തായാലും വി ക്യാൻ സീ സം എക്സാമ്പിൾസ്. ഞാൻ ആദ്യം പറഞ്ഞ എക്സാമ്പിൾ, പ്ലീസ് ഗെറ്റ് മീ എ ഗ്ലാസ് ഓഫ് വാട്ടർ. യു ആർ റിക്വസ്റ്റഡ്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന വേർബ് ഗെറ്റ് അല്ലേ? ഗെറ്റ് എന്ന് പറയുന്ന വേർബിനെ ഇൻഫിനിറ്റീവ് ആക്കി മാറ്റണം, 2+ verb ആക്കി മാറ്റണം. You are requested to get a glass of water. Please give me 100 rupees. You are requested to give me 100 rupees. Please don't waste your time. അതൊരു അഡ്വൈസ് ആണ്. അതുകൊണ്ട് അവിടെ റിക്വസ്റ്റഡ് എന്നും ഉപയോഗിച്ചാൽ see there is no mistake, there is no error. It is never an error to use requested. എന്നാലും the better thing is advised. ഏറ്റവും നല്ല രീതി എന്ന് പറഞ്ഞാൽ അഡ്വൈസ്ഡ് ഉപയോഗിക്കുന്നത്. യു ആർ അഡ്വൈസ്ഡ്. നോട്ട് അത് കഴിഞ്ഞാൽ പിന്നെ വെർബിനെ എന്ത് ചെയ്യണം? ഇൻഫിനിറ്റീവ് ആക്കണം. യു ആർ അഡ്വൈസ്ഡ് നോട്ട് ടു വേസ്റ്റ് യുവർ മണി. പ്ലീസ് ഡോണ്ട് വാക്ക് ഓവർ ദി ഗ്രാസ്. അത് ഇതുപോലെ യു ആർ അഡ്വൈസ്ഡ് നോട്ട് ടു വാക്ക് ഓവർ ദി ഗ്രാസ്. പ്ലീസ് ഡോണ്ട് മേക്ക് നോയ്സ്. യു ആർ അഡ്വൈസ്ഡ് നോട്ട് ടു മേക്ക് നോയ്സ്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഇങ്ങനെയുള്ള റിക്വസ്റ്റുകളുടെ പാസീവ് വോയിസ് എടുക്കുന്നത്. ഇനി നമുക്ക് now let us see the passive voice forms of questions. ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പം yes or no ക്വസ്റ്റ്യൻസ് ഉണ്ട്, അല്ലാതെ തന്നെ ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. there are also questions with question words. അപ്പൊ അവയൊക്കെ എങ്ങനെയാണ് പാസീവ് വോയിസിലാക്കുന്നത്? അതിനൊരു മാർഗം, അതിനെ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഏത് ടെൻസാ, ക്വസ്റ്റ്യൻ കണ്ടിട്ട് ഏത് ടെൻസാണെന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ സിമ്പിൾ പ്രസന്റോ സിമ്പിൾ പാസ്റ്റോ ഒക്കെ വന്നാൽ എന്ത് ചെയ്യണമെന്ന് നമുക്കറിയാം. അപ്പം സിമ്പിൾ പ്രസന്റിന്റെ ചോദ്യം വരുമ്പോൾ അതിനകത്ത് ഡൂവോ ഡെസോ കാണും. സിമ്പിൾ പ്രസന്റിലെ എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയാലും ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആയാലും അതിൽ ഡൂവോ ഡെസോ കാണും. നമ്മൾ ആ ഡൂവിന് ഡെസിന് പകരം ആമീസ് ആർ ഉപയോഗിക്കണം. അതേപോലെ സിമ്പിൾ പാസ്റ്റിലെ ക്വസ്റ്റ്യൻസിൽ ഡിഡ് കാണും. ക്വസ്റ്റ്യൻസിൽ ഡിഡ് ഉണ്ടായിരിക്കും. ആ ഡിഡിന് പകരം നമ്മൾ വിയുടെ ഫോംസായ വാസ് വേറെ ഉപയോഗിക്കണം. ബാക്കിയുള്ള ഓരോ ക്വസ്റ്റ്യൻസും നമ്മൾ ഏത് ടെൻസിലാണ് ചോദിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. എന്നിട്ട് ആ ടെൻസിന്റെ ആ പാസീവ് വോയിസിന്റെ ഫോർമാലിറ്റീസ് അനുസരിച്ച് യൂസിങ് ദി റൂൾസ് ഓഫ് ദി പാസീവ് വോയിസ് ഫോം ഓഫ് ഈച്ച് ടെൻസ് വി ഹാവ് ടു ട്രാൻസ്ഫോം ഈച്ച് ഓഫ് ദീസ് ക്വസ്റ്റ്യൻസ് ഇൻടു പാസീവ് വോയിസ്. അങ്ങനെ നമ്മൾ ഓരോ ടെൻസിൽ വരുന്ന ക്വസ്റ്റ്യൻസിനെയും പാസീവ് വോയിസിലാക്കി മാറ്റിയാണ്.
ചില എക്സാമ്പിൾസ് നോക്കാം. ഇനി ഹൂ ആ വരുന്നതെങ്കിൽ ഹൂ എന്ന് പറഞ്ഞാൽ ഞാൻ ഇൻ മൈ പ്രീവിയസ് ക്ലാസ്സസ് ഐ ഹാവ് സ്പെസിഫിക്കലി റെഫേർഡ് ടു ദി ഫാക്ട് ദാറ്റ് ഹൂ ഈസ് ഓൾസോ യൂസ്ഡ് ആസ് എ സബ്ജക്ട്. സബ്ജക്റ്റ് ആയിട്ട് ഹൂ ആ വരുന്നതെങ്കിൽ ഏജന്റ് ബൈ ഹും. സത്യത്തിൽ ഈ ഹൂ എന്ന് പറയുന്നത് ഓബ്ജക്റ്റിന്റെ സ്ഥാനത്ത് വേണമല്ലോ സബ്ജക്റ്റ് ആയത്. ആ ബൈ ഹും ആദ്യം ഉപയോഗിക്കും. ഹൂ ടീച്ചേഴ്സ് യു ഇംഗ്ലീഷ് ഗ്രാമർ. ആ ഹൂ വന്നതുകൊണ്ട് ബൈ ഹും. ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സിമ്പിൾ പ്രസന്റ് ആണ്. ആ സിമ്പിൾ പ്രസന്റ് നമ്മൾ ഉപയോഗിക്കുന്ന ഓക്സിലറി സാമീസ് ആണ്. ബൈ ഹും ഈസ് ഇനി ഓബ്ജക്റ്റ് ബൈ ഹും ഈസ് ഇംഗ്ലീഷ് ഗ്രാമർ. ഇനി V3 ഫോം അത് തന്നെയാണ് ടോട്ട് ടു യു. ബൈ ഹും ഈസ് ഇംഗ്ലീഷ് ഗ്രാമർ ടോട്ട് ടു യു. അതല്ല യു എടുക്കുന്നെങ്കിൽ ബൈ ഹും ആർ യു ടോട്ട് ഇംഗ്ലീഷ് ഗ്രാമർ. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡയറക്റ്റ് ഓബ്ജക്റ്റും ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റും ഉണ്ട്. ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റായി യു ഉണ്ട്. ഇംഗ്ലീഷ് ഗ്രാമർ എന്ന് പറയുന്ന ഡയറക്റ്റ് ഒബ്ജക്റ്റും ഉണ്ട്. ഞാൻ രണ്ടാമതെടുത്തത് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് യു ആണ്. അപ്പോൾ യു വരുവാണെന്നുണ്ടെങ്കിൽ ബൈ ഹും യു ആണ് സബ്ജക്റ്റായിട്ട് വരുന്നതെങ്കിൽ ആർ എടുത്തെങ്കിലേ പറ്റത്തുള്ളൂ. ബൈ ഹും ആർ യു ടോട്ട് ഇംഗ്ലീഷ് ഗ്രാമർ. ദെൻ ഹൂ ഹെൽപ്ഡ് യു. അവിടെ ഓബ്ജക്റ്റ് യു അല്ലേ. ഹൂ ഹെൽപ്ഡ് യു എന്ന് പറയുന്നത് സിമ്പിൾ പാസ്റ്റാണ്. സിമ്പിൾ പാസ്റ്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓക്സിലറീസ് മാസും വേറും. ഹൂ വന്നുകൊണ്ട് നമ്മൾ ആദ്യമേ തന്നെ ഏജന്റ് എടുക്കണം ബൈ ഹും. അപ്പോൾ യു ആണല്ലോ ഇവിടെ ഓബ്ജക്റ്റ്. ബൈ ഹും യു ആയതുകൊണ്ട് നമുക്ക് വാസിലും വേറിലും ഏത് ഓക്സിലറി എടുക്കാം, വേറെ എടുക്കാൻ പറ്റും. ബൈ ഹും വേർ യു ഹെൽപ്ഡ്. ബൈ ഹും വേർ യു ഹെൽപ്ഡ് ക്വസ്റ്റ്യൻ മാർക്ക്. ഇതെല്ലാം ചോദ്യമാണ്. നമ്മൾ ഈ വോയിസ് കൺവേർട്ട് ചെയ്യുന്നതേ ഉള്ളൂ. എവറിത്തിങ് ഈസ് ക്വസ്റ്റ്യൻ. എവരി സെൻറ്റൻസ് ഈസ് എ ക്വസ്റ്റ്യൻ. നമ്മളിങ്ങനെ ചേഞ്ച് ചെയ്യുന്ന പാസീവ് വോയിസ് സ്റ്റേറ്റ്മെൻ്റ് ഒന്നുമല്ല, അതും ക്വസ്റ്റ്യനാണ്. നമുക്ക് ആക്റ്റീവ് വോയിസ് കിട്ടുന്നതും ക്വസ്റ്റ്യനാണ്. അതുകൊണ്ട് വെൻ വി റൈറ്റ് വി ഷുഡ് യൂസ് ദി പഞ്ച്വേഷൻ മാർക്ക്, ക്വസ്റ്റ്യൻ മാർക്ക് അറ്റ് ദി എൻഡ് ഓഫ് ഈച്ച് പാസീവ് വോയിസ് ഫോം. ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ പാസീവ് വോയിസിൻ്റെ അവസാനം നമ്മൾ ഉപയോഗിക്കണം. അനദർ വൺ ഹൂ ഹാസ് ടേക്കൺ മൈ പെൻ. ബൈ ഹും മൈ പെൻ ആണല്ലോ ഒബ്ജക്റ്റ്. അതുകൊണ്ട് ബൈ ഹും ഹാസ് മൈ പെൻ. ഇനി ഇത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആയതുകൊണ്ട് ബീനും V3 അല്ലേ വരുന്നത്. ബൈ ഹും ഹാസ് മൈ പെൻ ബീൻ ടേക്കൺ ക്വസ്റ്റ്യൻ മാർക്ക്. അനദർ വൺ വിച്ച് ബുക്ക് ഡിഡ് യു റീഡ് യെസ്റ്റർഡേ. വിച്ച് ബുക്ക് ഡിഡ്, ഇവിടെ ഡിഡ് സ്പെസിഫിക് ആയിട്ട് വന്നിട്ടുണ്ട്. അത് വിച്ച് ബുക്ക് ആയതുകൊണ്ട് വിച്ച് ബുക്ക് ഡിഡ് യു റീഡ് യെസ്റ്റർഡേ. അപ്പോൾ വിച്ച് ബുക്ക് നമ്മൾ ഒരുമിച്ചെടുക്കണം. ഡിഡ് വരുവാണെങ്കിൽ വാസോ വേറെ എടുത്താൽ മതി. ഓബ്ജക്റ്റ് ഏതാണ്? വിച്ച് ബുക്ക് ഡിഡ് യു റീഡ് യെസ്റ്റർഡേ. യു ആണ്. വിച്ച് ബുക്ക് കഴിഞ്ഞിട്ട് എന്താ ഉപയോഗിക്കണ്ടേ? വാസ് റെഡ് ബൈ യു യെസ്റ്റർഡേ. വിച്ച് ബുക്ക് വാസ് റെഡ് ബൈ യു യെസ്റ്റർഡേ. അനദർ വൺ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. ഡു യു ലൈക്ക് ഓറഞ്ചസ്. ഇപ്പോൾ ഡു വരുമ്പോൾ നമുക്കറിയാമല്ലോ ആമോ ഈസോ ആറോ ഉപയോഗിക്കണം അതിൻ്റെ സ്ഥാനത്ത്. ഡു യു ലൈക്ക് ഓറഞ്ചസ്. ഓറഞ്ചസ് അല്ലേ ഓബ്ജക്റ്റ്. അപ്പോൾ എന്താ വേണ്ടത്? ആദ്യം ഓറഞ്ചസ് പ്ലൂറലായതുകൊണ്ട് ആറല്ലേ എടുക്കേണ്ടത്. ആർ ഓറഞ്ചസ്. വേർബിൻ്റെ V3 ഫോം ലൈക്ഡ് ബൈ യു. ആർ ഓറഞ്ചസ് ലൈക്ഡ് ബൈ യു. രണ്ടും ക്വസ്റ്റ്യനാണ്. മീനിങ്ങിൽ ദർ ഈസ് നോ ചേഞ്ച് ഇൻ മീനിങ്, ദർ ഈസ് നോ ഡിഫറൻസ് ഇൻ മീനിങ്. മീനിങ് ഈസ് വൺ ആൻഡ് ദി സെയിം. മീനിങ് എന്ന് പറഞ്ഞാൽ ഒന്ന് തന്നെയാണ്. ഡിഡ് യു സീ ദി ഫിലിം യെസ്റ്റർഡേ. ഡിഡ് വന്നുകൊണ്ട് നമുക്കറിയാം വാസോ വേറോ. ഡിഡിൻ്റെ പകരമായിട്ട് വാസോ വേറോ ഉപയോഗിക്കണം. ഇവിടെ ഓബ്ജക്റ്റ് ദി ഫിലിം അത് സിംഗുലർ ആണല്ലോ. വാസ് ദി ഫിലിം. പിന്നെന്താ വേണ്ടത്? വേർബിൻ്റെ V3 ഫോം സീ എന്നുള്ളതിൻ്റെ V3 ഫോം സീൻ. വാസ് ദി ഫിലിം സീൻ ബൈ യു യെസ്റ്റർഡേ. ഡിഡ് ദി ചൈൽഡ് ബ്രേക്ക് ദി ടോയ്. ഡിഡ് ദി ചൈൽഡ് ബ്രേക്ക് ദി ടോയ്. അപ്പോൾ അവിടെ ഡിഡ് വന്നിരിക്കുന്നതുകൊണ്ട് നമുക്കറിയാം വാസോ വേറോ നമ്മൾ എടുക്കേണ്ടത്. ഇവിടെ ഓബ്ജക്റ്റ് ഏതാണ്? ദി ടോയ് ആണ്. ദി ടോയ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? വാസോ വേറോ ഏതാ എടുക്കുന്നത്? നമുക്ക് വാസല്ലേ എടുക്കാൻ പറ്റും. വാസ് ദി ടോയ്. പിന്നെ അത് കഴിഞ്ഞാൽ വേർബിൻ്റെ ഏതാണ്? V3 ഫോം ബ്രോക്കൺ ബൈ ദി ചൈൽഡ്. അനദർ വൺ ഹൗ ഡിഡ് യു അറേഞ്ച് ദി മണി. ഹൗ ഡിഡ് യു അറേഞ്ച് ദി മണി.
അവിടെ ഓബ്ജക്റ്റ് ഏതാണ്? മണിയാണല്ലോ, ദി മണിയാണല്ലോ. ഡിഡ് വരുമ്പോൾ നമുക്കറിയാമല്ലോ വാസ് വേറെ അല്ലേ ഉപയോഗിക്കേണ്ടത്. ഹൗ അതുപോലെ തന്നെ ഹൗ ദി മണിയാണ് ഓബ്ജക്റ്റ്. അതുകൊണ്ട് നമുക്ക് അതിലെ വാസോ വേറോ ഏതെടുക്കാൻ പറ്റുക? വാസല്ലേ എടുക്കാൻ പറ്റും. ഹൗ വാസ് ദി മണി അറേഞ്ച്ഡ്, അല്ലെങ്കിൽ അറേഞ്ച്ഡ് ബൈ യു. ബൈ യു വേണമെങ്കിൽ അവിടെ അണ്ടർസ്റ്റുഡ് ആയിട്ട് നമുക്ക് വി ക്യാൻ ഒമിറ്റ് ബൈ യു. വേണമെങ്കിൽ ബൈ യു ഒമിറ്റ് ചെയ്താലും ദർ ഈസ് നോ ചേഞ്ച് ഇൻ മീനിങ്. മീനിങ്ങിൽ വ്യത്യാസമൊന്നും വരുന്നില്ല. അപ്പോൾ ഹൗ ഈസ് ദി ആൻസർ? ഹൗ വാസ് ദി മണി അറേഞ്ച്ഡ് ബൈ യു? ഹൗ ഡിഡ് യു ഫൈൻഡ് ആൻ ഓപ്പർച്യൂണിറ്റി? ഡിഡിന് വരെ എന്തെടുക്കണം? വാസോ വേറോ? ആൻ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ സിംഗുലർ ആണ് ഓബ്ജക്റ്റ്. അതുകൊണ്ട് ഹൗ വാസ് അല്ലേ, ഹൗ വാസ് ആൻ ഓപ്പർച്യൂണിറ്റി ഫൈൻഡ് എന്നുള്ളതിൻ്റെ V3 ഫോം ഫൗണ്ട് ബൈ യു. ഹൗ വാസ് ആൻ ഓപ്പർച്യൂണിറ്റി ഫൗണ്ട് ബൈ യു എന്നല്ലേ വരിക. ഹൂ ബ്രോക്ക് ദി ഗ്ലാസ്, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ. ഹൂ എന്നുകൊണ്ട് ബൈ ഹൂം ആദ്യം വരണ്ടേ. ബൈ ഹൂം, ഗ്ലാസ് ആണല്ലോ ഓബ്ജക്റ്റ്, ദി ഗ്ലാസ്. അതുകൊണ്ട് വാസോ വേറോ ഏതെടുക്കും? ബൈ ഹൂം വാസ് ദി ഗ്ലാസ്. ഇനി V3 വെർബിൻ്റെ V3 ബ്രോക്കൺ. ബൈ ഹൂം വാസ് ദി ഗ്ലാസ് ബ്രോക്കൺ എന്നല്ലേ വരിക. ദാറ്റ് ഈസ് ദ വേ. അനദർ വൺ, ഹൂ ടോട്ട് യു ഇംഗ്ലീഷ് ഫോണറ്റിക്സ്? ഇംഗ്ലീഷ് ഫോണറ്റിക്സ് ആണ് അവിടുത്തെ ഓബ്ജക്റ്റ്. ഹൂ ആയതുകൊണ്ട് ബൈ ഹൂം അല്ലേ. ബൈ ഹൂം ഇംഗ്ലീഷ് ഫോണറ്റിക്സ് സിംഗുലറാണ്. ഫോണറ്റിക്സ് എന്ന് പറയുന്ന പ്ലൂറലല്ല, സിംഗുലറാണ്. ബൈ ഹൂം വാസ് ഇംഗ്ലീഷ് ഫോണറ്റിക്സ് ടോട്ട് ടു യു. ടോട്ട് ടു യു, അവിടെ രണ്ട് ഓബ്ജക്റ്റ് ഉണ്ട്. ഇങ്ങനെ ഹൂ ടോട്ട് യു ഇംഗ്ലീഷ് ഫോണറ്റിക്സിൽ ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റ് യു ഉണ്ട്. അത് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഓബ്ജക്റ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ബൈ ഹൂം വേറല്ലേ എടുക്കാൻ പറ്റും. ബൈ ഹൂം വേർ യു ടോട്ട് ഇംഗ്ലീഷ് ഫോണറ്റിക്സ്, ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റ് എടുക്കണം. സോ വി ഹാവ് ടു ബി വെരി കെയർഫുൾ ഇൻ യൂസിങ് ദി പാസീവ് വോയിസ്. അനദർ വൺ, വിച്ച് പോയം ഡിഡ് യു റൈറ്റ് യെസ്റ്റർഡേ? വിച്ച് പോയം ഡിഡ് യു റൈറ്റ് യെസ്റ്റർഡേ? ഡിഡ് വന്നുകൊണ്ട് നമുക്കറിയാം വാസോ വേറോ വേണ്ടത്. അവിടെ ഓബ്ജക്റ്റ് ഏതാണ്? വിച്ച് പോയം വാസ്. വിച്ച് പോയം, പോയമാണ് ഓബ്ജക്റ്റോട് ചേർന്ന് വരുന്നത്. ഏതിനോട്? വിച്ചിനോട്. വിച്ച് പോയം വാസ് റിട്ടൺ ബൈ യു യെസ്റ്റർഡേ? വിച്ച് പോയം ഡിഡ് യു റൈറ്റ് യെസ്റ്റർഡേ? അതിൽ പോയം എന്ന് പറയുന്നത് വിച്ചിനോട് ചേർന്ന് ഓബ്ജക്റ്റ് കിടക്കുകയാണ്. അതുകൊണ്ട് ഓബ്ജക്റ്റ് വേറെയില്ല. വിച്ച് പോയം, പോയം എന്ന് പറയുന്നത് സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ ഏതെടുക്കണം? വാസ് വേറില്ല, വാസല്ലേ എടുക്കാൻ പറ്റും. വാസ് റൈറ്റ് എന്നുള്ളതിൻ്റെ റിട്ടൺ. റിട്ടൺ ബൈ യു, സബ്ജക്റ്റ് ബൈ യു യെസ്റ്റർഡേ എന്നല്ലേ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമ്മളതിന് പ്രധാനമായി ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു, ദി സർക്കംസ്റ്റൻസസ് ഓർ കണ്ടീഷൻസ് ഇൻ വിച്ച് വി ഒമിറ്റ് ദി ഏജൻറ്റ്. പീപ്പിൾ, സമ്മൺ, സംബഡി, അതുപോലെ തന്നെ എനിവൺ. പിന്നെ പീപ്പിൾ എന്നുള്ള അർത്ഥത്തിൽ യു, വി, ദേ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ ഒമിറ്റ് ദി ഏജൻറ്റ്. ദേ പ്ലേ ടെന്നീസ് ഓൾ ഓവർ ദി വേൾഡ്. സിമ്പിൾ പ്രസൻറ്റൻസിലെ ഒരു ആക്റ്റീവ് വോയിസ്. നമ്മൾ ആൻസർ പറയുമ്പം ടെന്നീസ് ഈസ് പ്ലേഡ് ഓൾ ഓവർ ദി വേൾഡ് ബൈ ദം എന്ന് പറയേണ്ട, പീപ്പിൾ എന്നുള്ള സെൻസിലെ അതേ ഉപയോഗിച്ചിരിക്കുന്നത്. ടെന്നീസ് ഈസ് പ്ലേഡ് ഓൾ ഓവർ ദി വേൾഡ് എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇക്കാര്യങ്ങൾ ദീസ് തിങ്സ് വി ഷുഡ് വെരി കെയർഫുള്ളി കീപ് ഇറ്റ് ഇൻ അവർ മെമ്മറി വൈൽ വി ആർ ഡൂയിങ് പാസീവ് വോയിസ്. ഓക്കെ. അതേപോലെ ഹാവ് യു എവർ വിസിറ്റഡ് ദി താജ്മഹൽ എന്ന് പറയും. ഇത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലെ ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ അല്ലേ. അതിൻ്റെ പാസീവ് വോയിസ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അതിൻ്റെ പാസീവ് വോയിസ് ഉണ്ടാകാൻ ഈ ഇതിനകത്തുള്ള ടെൻസിനകത്തുള്ള ഓക്സിലറീസ് എല്ലാം വേണം. അപ്പോൾ ഹാവോ ഹാസും ആദ്യം വേണം. ഈ ഹാവിനെ ഉപയോഗിക്കേണ്ട, ദി താജ്മഹൽ ആണ് ഓബ്ജക്റ്റ്. അതുകൊണ്ട് നമുക്ക് ഹാസ് ആദ്യം എടുക്കേണ്ടത്. ഹാസ് ദി താജ്മഹൽ എവർ, എവർ അതിലുണ്ടല്ലോ, എവർ എടുക്കണം. എവർ ബീൻ വിസിറ്റഡ് ബൈ യു എന്ന് ചോദിക്കണം. അപ്പോൾ അങ്ങനെ ഏത് ടെൻസിലെ ക്വസ്റ്റ്യൻ ആയാലും ആ ടെൻസിനകത്തുള്ള ഓക്സിലറീസ് എല്ലാം വേണം. പിന്നെ വേറൊരു കാര്യം, ഒരു ചെറിയൊരു കാര്യം, മൈനർ തിങ്, അതായത് പീപ്പിൾ സേ, ദേ സേ എന്ന് വന്നു കഴിഞ്ഞാൽ ആ പീപ്പിൾ സേക്കും ദേ സേക്കും പകരം നമ്മൾ ഇറ്റ് ഈസ് സെഡ് ദാറ്റ് നമ്മൾ ഉപയോഗിച്ചാൽ മതി. പീപ്പിൾ സേ ദാറ്റ് മാൻ ഈസ് ദ മോസ്റ്റ് സെൽഫിഷ് അനിമൽ. അപ്പോൾ ഇറ്റ് ഈസ് സെഡ് ദാറ്റ് മാൻ ഈസ് ദി മോസ്റ്റ് സെൽഫിഷ് അനിമൽ ഇൻ ദി വേൾഡ്, അങ്ങനെ എന്തെങ്കിലും. അപ്പോൾ അവിടെ ഇറ്റ് ഈസ് സെഡ് എന്ന് ഉപയോഗിച്ചാൽ മതി. അല്ലെങ്കിൽ പീപ്പിൾ സേയോ ദേ സേയോ ആണെങ്കിൽ. അതുപോലെ പീപ്പിൾ ബിലീവ് എന്നാണ് വരുന്നതെങ്കിൽ ഇറ്റ് ഈസ് ബിലീവ്ഡ് ദാറ്റ് എന്ന് പറയും. അക്കാര്യം പ്രത്യേകിച്ച് വേറെ ബാക്കിയുള്ളതിനെ നമ്മൾ ഒരിക്കലും നമ്മൾ പാസീവ് വോയിസിലാക്കേണ്ട കാര്യമില്ല. അപ്പോൾ എന്ത് ചെയ്താൽ മതി? പീപ്പിൾ സേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഇറ്റ് ഈസ് സെഡ്. ദേ സേ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സെഡ്. പീപ്പിൾ ബിലീവ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ബിലീവ്ഡ് എന്ന് ചേർത്തങ്ങ് എഴുതിയാൽ മതി. ഓക്കെ. സോ ദിസ് ഈസ് ഇനഫ് ഫോർ ദി പാസീവ് വോയിസ്. Study very carefully all these things.
So we can meet with another important section from grammar in the next class. Until then, goodbye.